ചെക്കൻ ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് ഇറങ്ങി പോയാൽ മതിയായിരുന്നു. ഓ, ബാഗിൽ ബുക്കും പുസ്തകമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെ ചോറ് തിന്നാൻ മാത്രമായിട്ട് സ്കൂളിലേക്ക് പോകേണ്ടി വരും. അയ്യോ ദൈവമേ, അടുപ്പത്ത് ദോഷിട്ടിട്ടല്ലേ ഞാൻ വന്നേ. അതിപ്പോ കരിഞ്ഞാണ്. ഈ ചെക്കൻ്റെ ഒരു ഒച്ച അനക്കാൻ കേൾക്കുന്നില്ലല്ലോ. അയ്യോ, ഇത് കൊണ്ടുവന്ന് വെച്ച പോലെ തന്നെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഈ ചെക്കൻ്റെ പൊടി പോലും ഇല്ലല്ലോ. അയ്യോ, എന്താണ് ഇത്? നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? അവന്റെ കിടപ്പ് കണ്ടതും അവനങ്ങോട്ട് ഒളിമ്പിക്സിൽ ഓടാൻ കിടക്കണേന്ന്. രാത്രി മൊത്തം ഗെയിം കളിച്ചിരുന്ന് പകൽ പോത്ത് പോലെ കിടന്ന് വാങ്ങുന്നുണ്ടാവൻ. സ്കൂളിൽ പോകാതിരിക്കാൻ അവന്റെ ഓരോരോ അടവുകള്. മര്യാദ പറഞ്ഞ് എഴുന്നേക്കാൻ. ബസ് വരാറായിന്ന്. ഇവിടുന്ന് ബസ് അങ്ങനെ പോയാ നീ എന്റെ തനി സ്വഭാവം അറിയും. എന്റെ ചെവിയുടെ ചോട്ടിന്ന് ചിലക്കാണ്ട് ഒന്ന് പോ അമ്മ. ഒരു 5 മിനിറ്റ് കൂടി കിടന്ന് ഉറങ്ങട്ടെ. 5 മിനിറ്റാ? എന്നിട്ട് ഞാൻ 10 മിനിറ്റ് ഉറക്കാം. ഇപ്പൊ തന്നെ ഉറക്കാം. മര്യാദക്ക് പറഞ്ഞാൽ കേൾക്കൂല അല്ലേ? നിനക്കുള്ള പണി ഞാൻ വച്ചിട്ടുണ്ട്. ഇനി എഴുന്നേറ്റില്ല നിന്നെ ഞാൻ വെള്ളപ്പൊക്കത്തിലിട്ട് മുക്കും. ഏയ്, ഇതാര്? അമ്മയാ? അമ്മ എന്താ രാവിലെ തന്നെ? രാവിലെ അല്ലടാ, ഉച്ച. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറില്ല. ആണോ? അപ്പൊ ലാഭമല്ല. ഇപ്പൊ വെള്ളത്തിൽ ഒതുങ്ങി. ഇനി എഴുന്നേക്കാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ ഞാൻ അടുത്ത ചട്ടകം പഠിപ്പിച്ചു കൊണ്ടുവരും. പൊന്നമ്മേ, ഞാൻ എഴുന്നേറ്റോളാം. അമ്മ ഒന്ന് പോ. എഴുന്നേറ്റ് നിനക്കോളാം. 5 മിനിറ്റ് കൊണ്ട് റെഡി താഴേക്ക് വന്നേക്കണം. മോനെ കുട്ടൂസേ, ഇന്ന് ബസ് അങ്ങനെ മിസ്സായ എന്റെ കൈ മടക്കി നീ മേടിക്കും. അങ്ങനെയൊന്നും ബസ് മിസ്സാക്കുന്നവനല്ല അമ്മയുടെ ഈ മോൻ കുട്ടൂസ്. എന്തായാലും അമ്മ വിട്ടോ, 5 മിനിറ്റുള്ളിൽ ഞാൻ താഴെ എത്തിക്കോളാം. എന്തായാലും ഇന്നത്തെ കുളി ലാഭം. സ്കൂൾ ബസ്സൊക്കെ എപ്പോഴേ പോയി. അയ്യോ എന്റെ ദൈവമേ, ബസ് പോയാ? അപ്പൊ ബൈക്കിൽ പോണേ മോനെയും കൊണ്ടാലോ. അപ്പൊ കുട്ടൂസ് റെഡി, കുട്ടൂസിനെയും കൊണ്ടാലോ എന്ന് ഓർത്താ ഞാൻ ഇവിടെ വന്നേ. ആണോ? അതേതായാലും നന്നായി കത്രീനെ. അയ്യോ, നീ പറഞ്ഞപ്പോഴേ ഓർത്തെ കുട്ടൂസിന് സെക്കൻഡ് ടൈം ഫീ അടച്ചില്ല. അടച്ചില്ലേ? ഞാനോർത്ത് നീ അടച്ചെന്നാ. നമ്മുടെ ക്ലാസ്സിലെ ഒട്ടുമിക്ക എല്ലാവരും തന്നെ അടച്ചു. ഇല്ല കത്രീനെ, ഏട്ടനാണ് ഈ മാസത്തെ സാലറിയും കിട്ടിയില്ല. അപ്പൊ ഓർത്ത് പിന്നെ അടയ്ക്കാലോ എന്ന് ഓർത്തിരിക്കായിരുന്നു. ആണോ? അന്ന് സാറില്ലല്ലേ, എന്റെ കയ്യിൽ പൈസ ഉണ്ട്. ഞാൻ പോകുമ്പോ വേണി മോന്റെ ഫീസ് അടച്ചേക്കാം. അതൊന്നും വേണ്ടടി, അതൊക്കെ നിനക്ക് നല്ല ബുദ്ധിമുട്ടാവൂലേ? ഏട്ടൻ എന്തായാലും സാലറി കിട്ടാറായിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടയ്ക്കാൻ കുഴപ്പമില്ല. ഞാൻ ടീച്ചറെ വിളിച്ച് പറഞ്ഞേക്കാം. സാലറി കിട്ടുമ്പോ നീ എനിക്ക് തിരിച്ചു തന്നാ മതിയടി. ഇപ്പൊ ഞാൻ എന്തായാലും പോവല്ലേ, അപ്പൊ മോന്റെ അടച്ചേക്കാം. ആണോ? എന്നാ ശരി കത്രീനെ. നീ എന്നാ മോനെ വേഗം വിളിക്കും, സമയം ഒരുപാടായി. ചേർക്കാൻ സമയത്തിന് എഴുന്നേൽക്കോല, നേരത്തും കാലത്ത് റെഡി ആവൂല. ഇങ്ങനൊരു കുരുത്തം കെട്ടവൻ. നീ നോക്കടാ, നീ തോമസ് കുട്ടീനെ കണ്ട് പഠിക്കണ. പാവം കുട്ടൂസ്. എന്തിനാ മേനെ ഇങ്ങനെ രാവിലെ തന്നെ പൊക്കി പറയുന്നേ? പൊക്കിയല്ല, താത്തി പറഞ്ഞേ. എത്ര നേരം നിന്നോട് റെഡി ആവാൻ പറയുന്നു? ബസ് പോയത് നീ അറിഞ്ഞോ? ഇന്നിപ്പോ കത്രീനാന്റെ ബൈക്ക് കൊണ്ട് പോണ്ട്. അല്ലെങ്കിൽ നീ എങ്ങനെ പോയേ? അത്രേ ഉള്ളൂ. അതിനല്ലേ അമ്മ എനിക്ക് 2 കാലുകൾ ഞാൻ വെച്ച് നടക്കും. നടക്കണം. ഒരാളാ മുറ്റത്തെ കട വരെ പോയി ഒരു സാധനം വാങ്ങാന്ന് പറഞ്ഞ പറ്റില്ലാത്തവനാ സ്കൂൾ വരെ നടക്കണേ. മോനെ കുട്ടൂസേ, വേഗം വാടാ, സ്കൂളിൽ ബെല്ലടിക്കാറായി. ആന്റി ദേ വരുന്നു. അപ്പൊ എന്റെ ആംഗ്രി മോം, ഞാൻ പോയിട്ട് വേഗം വരാട്ടോ. ബൈ. പോയിട്ട് വാടാ മക്കളെ, ഭക്ഷണമൊക്കെ തീർത്ത് കഴിക്കണേ. അതവനോട് പറയണ്ടല്ലോ ആന്റി, അതവൻ എന്തായാലും തീർത്ത് കഴിച്ചോളൂ. നിനക്കുള്ള ഞാൻ വച്ചിട്ടുണ്ട് കേട്ടോ. എന്റെ ദൈവമേ, ആരായിരിക്കും ഇപ്പൊ ഈ നേരത്ത്? ചെല്ലില്ലേ, ചെന്ന് പോയി വാലോട് നോക്ക്. ആടി കത്രീനെ, ഞാൻ പോയി നോക്കട്ടെ. എന്റെ ദൈവമേ, ഇത് ആരായത്? ഇത് ആമിനായി മജീദ് കായല. വാ വാ, കേറി വാ. അസ്സലാമു അലൈക്കും ഇക്ക. വലൈക്കും അസ്സലാം മക്കളെ. പഹയാ, നീ അങ്ങ് വലുതായല്ലോ. അത് മജീദ് കാക്ക് പൊക്കം വെക്കാനിട്ട് തോന്നണ. കത്രീനെ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ നിന്റെ വീട്ടിൽ പോയായിരുന്നു. അപ്പൊ അത് അടച്ചിട്ടേക്കായിരുന്നു. ആമിന, ഞാനേ മോന്റെ സ്കൂൾ വരെ ഒന്ന് പോവാന്നോർത്ത് വന്നതാ. അപ്പൊ കുട്ടൂസിനെ വിളിക്കാൻ വേണ്ടി ഇവിടെ വന്നതാ. എന്തായാലും എല്ലാരും ഒരുമിച്ച് കണ്ട് നന്നായി. മജീദക്ക, ഇരുന്ന് സംസാരിക്കേ. എത്ര നാളെ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്? ഞങ്ങൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് വീട് പണിയുടെ തിരക്കല്ലായിരുന്നു. എല്ലാവരും ഒന്ന് മര്യാദക്ക് കാണാൻ കൂടി പറ്റിയില്ല. അല്ല, എന്തേ നിങ്ങളുടെ പുയ്യാപ്ലമാര്? അവരൊക്കെ ജോലിക്ക് പോയിക്കാ. എന്താണ് മക്കളെ നിങ്ങൾ സ്കൂളിൽ പോവാത്തെ?
എന്നാ ആമിന എല്ലാരും റെഡി ആക്കി പിടിച്ച് വന്നപ്പോഴത്തേക്കും ബസ് പോയി. ഇപ്പൊ കത്രീന സ്കൂളിൽ പോകാനായിട്ട് ബൈക്ക് കയറ്റി വിടാന്ന് ഓർക്കായിരുന്നു. ആ എന്തായാലും സമയം കളയണ്ട, വന്ന ആരും പറയട്ടെ. അപ്പൊ നമ്മുടെ പെരയുടെ പണി കഴിഞ്ഞേക്കാണ്. അടുത്ത ആഴ്ച നമുക്ക് പാലുകാച്ചിൽ വയ്ക്കാന്ന് ഓർക്കാം. പെരയുടെ പാലുകാച്ചിലോ? അതെങ്ങനെയാ അമ്മ പെര പാലുകാച്ചണേ? മിണ്ടാതിരിക്കടാ കുട്ടൂസേ. അപ്പൊ കത്രീനെ ഞങ്ങൾ അവിടെ വന്ന് വിളിച്ചില്ലാന്ന് ഓർക്കരുതേ. നിങ്ങൾ എല്ലാവരും കുടുംബസമേതം അങ്ങ് എത്തിയേക്കണം. അതൊന്നും കുഴപ്പമില്ല ആമിന, എവിടെ ഒന്ന് വിളിച്ചാലും ഞങ്ങൾ എല്ലാവരും എത്തും. ആ അതങ്ങനെ വേണം. അങ്ങനെയാണ് നമ്മളൊരു കുടുംബം പോലെ ജീവിക്കുന്നവരല്ലേ. എല്ലാവരും തലേ ദിവസം തന്നെ അങ്ങ് എത്തിയേക്കണം. പാലുകാച്ചിലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കയറി താമസിച്ചിട്ട് വേണം പിള്ളേർക്ക് കല്യാണം നോക്കാൻ. കല്യാണമൊക്കെ നോക്കാറായോ? എത്ര നാളെ അവരെയൊക്കെ കണ്ടിട്ട്. ആ പിന്നെ ചെക്കനും പെണ്ണും അങ്ങോട്ട് പൊര മറിഞ്ഞ് നിക്കല്ലേ. അയ്യോ സംസാരത്തിന്റെ ഇടയിൽ ഞാൻ മറന്നു. നിനക്ക് കുടിക്കാനൊന്നും എടുത്തില്ലല്ലോ. അയ്യോ എന്റെ പൊന്നിലേ ഒന്നും എടുക്കണ്ട. എല്ലാ വീട്ടിൽ നിന്നും കുടിച്ചു കുടിച്ച് വയറ് ഒരു പരിപാടി. അപ്പൊ എന്തായാലും നിങ്ങളുടെ പുതിയാപ്പിളമാരോടൊക്കെ പറയണം, നേരത്തെ അങ്ങ് എത്തിയേക്കണം. ഞങ്ങൾ പോവാ കേട്ടോ. പിള്ളേരെ ചെല്, സമയത്തിന് സ്കൂളിൽ പോ. നല്ല മണം. അമ്മ ചിക്കൻ പൊരിക്കാന്ന് തോന്നുന്നു. അമ്മേ എനിക്ക് ലെഗ് പീസ്. ഹായ് ചേച്ചി. നല്ല രുചിയുണ്ട് ചിക്കൻ ഫ്രൈക്ക്. ഓഹോ കൊള്ളാട്ടോ അമ്മേ. അമ്മമ്മയുടെ പുന്നാരമ്മൻ ആദ്യം തന്നെ ലെഗ് പീസ് എടുത്ത് കൊടുത്തല്ലോ. ആ മോളെ അമ്മ ദേ ഒരു കോഴി മൊത്തം പൊരിച്ചു വെച്ചിട്ടുണ്ട്. മോക്ക് ഏതാ ഇഷ്ടം വെച്ചെടുത്ത് കഴിച്ചോ? ഓ വേണ്ട അമ്മേ, എന്നാലും എനിക്കൊരു ലെഗ് പീസ് തരാൻ അമ്മയ്ക്ക് തോന്നിയില്ലല്ലോ. എന്റെ മോളെ അവൻ കുഞ്ഞല്ലേ, അവൻ വന്ന് ചോദിച്ചപ്പോ ഞാൻ എടുത്ത് കൊടുത്തുന്നുള്ളൂ. മോൾ മൂത്തല്ലേ, മോൾക്ക് ഏതാ ഇഷ്ടം വെച്ചെടുത്ത് കഴിച്ചോ? ഓ ഒരു കുഞ്ഞ്, അവന്റെ തീറ്റ ഉണ്ടാ തോന്നില്ല അവൻ കുഞ്ഞാന്ന്. ചേച്ചിക്ക് നക്കാൻ എല്ല് വേണോ? ഓ വേണ്ടടാ, നീ ആ കോഴി മൊത്തത്തില് വിഴുങ്ങിക്കോ. ബാക്കി വരുന്ന എല്ല് പൂജിക്കിട്ട് വെക്കണ്ട, അതും നീ കടിച്ചു പറിച്ച് തിന്നോ. നീ കുഞ്ഞല്ലേ, എല്ലാം കൂടി ദഹിച്ചോളൂ. അതെന്റെ പഠിച്ചോനെ, ആരൊക്കെ വരുന്നേ? ഇതെന്താ അവിടെ തന്നെ കുത്തി കടിങ്ങനെ കേറി വാട മക്കളെ. ഇതെന്താ നിങ്ങൾ എല്ലാരും പന്തം വിട്ട പെരിച്ചാഴിച്ചപ്പോൾ എന്നെ തന്നെ നോക്കിയിരിക്കണേ? അവിടെയൊക്കെ കുത്തിയിരിക്കും പിള്ളേരെ. ഈ ബംഗ്ലാവ് കണ്ടിട്ട് എല്ലാരും മന്ദം വിട്ട് നിക്കണതാ ആമിനത്ത. കുട്ടൂസേ മിണ്ടാതിരിക്കി. ആ ആമിന, ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി പോയല്ലേ? ഏയ് ഒട്ടും ലേറ്റ് ആയില്ല. ഈ തൊട്ടടുത്ത് കിടക്കുന്നവരാ വരുന്ന സമയം കണ്ട. നരബേഷ് അയൽവക്കക്കാര്. എന്തായാലും വന്നല്ല, സന്തോഷം, പേരിത്ത് സന്തോഷം. ഓ എന്റെ പൊന്ന ആമിനത്തെ, ഞങ്ങൾ രാവിലെ തൊട്ട് വരാൻ നോക്കുന്നതാ. ഈ പിള്ളേരെയൊക്കെ ഒരുക്കി പിടിച്ച് വന്നപ്പോഴത്തേക്ക് ഈ നേരായി. അതേടി ആമിന, പിന്നെ കെട്ടിയന്മാരൊക്കെ ജോലിക്ക് പോയില്ലേ, ഞങ്ങൾ പിന്നെ എങ്ങനെ വരാനാ? ഓട്ടോ പിടിച്ചൊക്കെ വന്നപ്പോഴേക്കും ഈ നേരായി. അതൊന്നും സാരല്ലടി, എന്തായാലും നിങ്ങൾ വന്നല്ലോ, സന്തോഷം. മക്കളെ അതങ്ങ് കൊടുക്കുക ആമിനത്താക്ക്. ഇതൊക്കെ എന്തുവാ പിള്ളേരെ? സമ്മാനപ്പെട്ടി എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ. അത്ര വലിയ സമ്മാനമൊന്നുമല്ല ആമിനത്ത, ചെറിയ ചെറിയ ഞങ്ങളുടെ വക ഓരോ സമ്മാനങ്ങൾ. മക്കളെ സമ്മാനം കൊടുക്ക്, ആമിനത്താക്ക് സമ്മാനം കൊടുക്ക്. ചേച്ചി ഞാൻ കൊടുത്തോളാം ചേച്ചി ആമിനത്താക്ക് സമ്മാനം. പൊക്കിരി കിങ്ങിണി, ഇത്ര നേരം ഞാനല്ലേ പിടിച്ചേ, സമ്മാനം കൊടുക്കാനേ എനിക്കറിയാം. ഇത്ര നേരം സമ്മാനം പിടിക്കാൻ ചേച്ചിക്ക് തന്നില്ലേ, ഇപ്പൊ ആമിനത്താക്ക് കൊടുക്കാനെങ്കിലും എനിക്ക് തന്നൂടെ? മോളെ സീതേ, സമ്മാനം കിങ്ങിണി മോൾക്ക് കൊടുക്ക്. കിങ്ങിണി മോൾക്ക് കൊടുക്കട്ടെ ആമിനത്താക്ക്. മക്കൾ ഇത്ര നേരം പിടിച്ചതല്ലേ, ഇനി മോളുടെ അനീതിക്ക് കൊടുക്ക്. അമ്മേത് ഇത്ര നേരം ഞാൻ കഷ്ടപ്പെട്ട് പൊക്കി പിടിച്ചിട്ട് വന്നതല്ലേ, അപ്പൊ എനിക്ക് സമ്മാനം കൊടുക്കാനും അറിയാം. മക്കളെ ഇങ്ങനെ വഴക്കൂടാതെ ആളുകൾ ശ്രദ്ധിക്കണു. നിങ്ങൾ അവിടെ കൊടുക്ക് സമ്മാനം. പറ്റില്ല അമ്മേ, പറ്റില്ല പറ്റില്ല. ഞാൻ എത്ര കഷ്ടപ്പെട്ട് ഇവിടെ വരെ കൊണ്ടുവന്ന. മോളെ സീതേ, വലിയ മേലെ പറയണേ, മോളുടെ അനീതിക്ക് കൊടുക്ക് സമ്മാനം. അനീതി കൊടുക്കട്ടെ. ഇല്ല വല്യമ്മേ, ഇത്ര നേരം പൊക്കി പിടിച്ച എന്റെ കൈ ആകെ ചുമന്ന്. ഈ സമ്മാനം കൊടുത്തില്ലെങ്കിൽ ഞാൻ അധ്വാനിച്ചതിന് ഒരു വിലയില്ലാതാവും. എന്തുവാ ചേച്ചി ഇത്? എല്ലാവർക്കും സമ്മാനം പിടിക്കാൻ കൊടുത്ത് എനിക്ക് മാത്രം സമ്മാനം പിടിക്കാനും തന്നില്ല, കൊടുക്കാനും തന്നില്ല. എന്ത് സാധന ചേച്ചി? അമ്മേ അമ്മേ. ഇത് പിള്ളേരെ, നിങ്ങൾ ഇങ്ങനെ ആളുകളുടെ മുന്നിൽ വെച്ച് എന്നെ ഇങ്ങനെ നാണം കെടുത്തിക്കോട്ടോ. നിങ്ങൾ വീട്ടിലേക്ക് വാ, നിങ്ങൾക്ക് നിറപ്പെട്ട് തരുന്നുണ്ട്. അല്ലോ എന്റെ പടച്ചോനെ, എന്റെ ബദിരീങ്ങളെ, എന്താ ഈ കാണണേ? ദേ അമിനത്താടെ മക്കൾ ഇങ്ങോട്ട് നോക്കിയേ, രണ്ടാളും കൂടി ഇങ്ങോട്ട് തന്നേരാ അമിനത്താക്ക് സമ്മാനം. ഇഷ്ടായ? എങ്ങനെയുണ്ട് അമിനത്താടെ ഐഡിയ? ഇപ്പൊ എന്നെ കണ്ട ഗിഫ്റ്റ് ഹൗസ് പോലെ ഉണ്ടല്ലേ പിള്ളേരെ? അവരൊക്കെ അങ്ങ് മേളിലുണ്ടെന്ന് തോന്നണ തോമസ്. ഞാനൊന്നും അവരെ കണ്ടിട്ടേ ഇല്ല. ലീലേ, സുമേ, കത്രീനെ, നിങ്ങൾ പിള്ളേരെ വിളിച്ചോണ്ട് പോയി വീടൊക്കെ മൊത്തം കാണ്. എന്നിട്ട് പോയി ഫുഡ് കഴിക്ക്. എന്നിട്ട് വാ, എന്നിട്ട് നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ശരിയാ ആമിന. അല്ലെ ചുമ്മാ സമയം കളിയുള്ളൂ, പിള്ളേർക്ക് വിശക്കണ്ടാവും. ചെല്ലെന്നാ. അബ്ദു, നിന്റെ അടുത്ത് എത്ര തവണ പറയണം ഈ കാർട്ടൂൺ വയ്ക്കണ്ടാന്ന്? ഐഷ, നിന്നോട് ഞാൻ പറഞ്ഞിട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് ഞാൻ കാർട്ടൂൺ കാണുമ്പേന്ന്. അബ്ദു, നല്ലൊരു ദിവസമായിട്ട് നീ എന്നെ ദേഷ്യം കേട്ടിക്കരുത്. ഐഷ, അതിനെ എനിക്ക് നിന്നോട് പറയാനുള്ളത്. മര്യാദയ്ക്ക് ടിവി ഓഫ് ചെയ്യടാ, അല്ലെങ്കിൽ ഉണ്ടക്കണ പറഞ്ഞ് ഞാൻ കാക്കി കിട്ടുവർക്കും. ഐഷ, നീ എന്റെ ക്ഷമേനെ പരീക്ഷിക്കാട്ടോ. അബ്ദു, ഐഷ എന്നെ ഇവിടെ വെക്കണം. നിങ്ങൾ എന്തൊരു ഇടികൂടല? നിങ്ങൾ സൗണ്ട് അങ്ങ് താഴെ വരെ കേൾക്കാലോ. ഇത് ആരപ്പ ഈ പറയണേ? ഇടികൂടന്റെ ഉസ്താദുമാരെ തന്നെയാണ് ഈ പറയണേ. ഞങ്ങൾ ഇടികൂടുന്നൊക്കെ ശരിയാണ്, എന്നാലും ഇങ്ങനെ ഇത്ര സൗണ്ട് ഒന്നും ഇല്ല. വാ വാ എല്ലാരും വാ, ഇരിക്കി. സീതേച്ചി, കിങ്ങിണേച്ചി, ഇതെന്താ ഇവരുടെ തല ഇങ്ങനെ ഇരിക്കണേ? കുട്ടൂസേ, അത് ഞങ്ങൾ കളർ ചെയ്താടാ. ഹായ്, നല്ല കളറ്. എനിക്കും കളർ ചെയ്യണം, എനിക്കും കളർ ചെയ്യണം. എന്നിട്ട് വല്യമ്മ നിന്നെ
വിളിച്ചോ? ഇല്ല, ഞങ്ങൾ നിങ്ങളെ വിളിക്കാൻ വന്നാ. അയ്യോ, ഞങ്ങളൊന്ന് നോക്കിയിരിക്കണ്ടായിരുന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് ഫുഡ് കഴിക്കാറുന്നില്ലേ? അത് മോശല്ലേ? നിങ്ങൾ കാണാതെ എങ്ങനെ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കണേ? എന്നാ വാ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയിരുന്ന് ഫുഡ് കഴിക്കാം. മക്കളെ, താഴേക്ക് വാ, ഫുഡ് കഴിക്കാൻ വാ. അമ്മേ, നല്ല ബിരിയാണിയുടെ മണം. ഈ കിങ്ങിണി മോളെ ഒന്നും മിണ്ടാതിരിക്കും, ആരും കേൾക്കും നിങ്ങൾ ഭക്ഷണം കഴിക്കാണ്ട് നടക്കാന്ന്. അത് നമുക്ക് അറിഞ്ഞൂടെ, ഇവർക്ക് ഭക്ഷണം കണ്ടാ പിന്നെ ആർത്തിയാണ്. അയ്യോ, ആർത്തിയില്ലാത്തൊരു പാവം ചേച്ചി. എന്തായാലും നിന്റെ അത്ര വെട്ടി വീഴുന്നാറില്ല. ഒരു വെട്ടി വീഴുന്നാത്ത പാവം. പിള്ളാരെ, നമ്മുടെ വീട്ടിലെ പോലെ ഇവിടെ കിടന്ന് ഒച്ചയെടുക്കലായിട്ട് ആളുകൾ കേൾക്കും. ഓ ഇല്ല അമ്മ, ഞാൻ ഒന്നും പറയുന്നില്ല. പിന്നെ എനിക്ക് അമ്മയുടെ അടുത്തിരിക്കണം കേട്ടോ. ചേച്ചി ഇപ്പൊ എന്താ പറഞ്ഞേ? അമ്മയുടെ അടുത്തിരിക്കണം. അമ്മയുടെ അടുത്തിരിക്കണേ, ഞാൻ നേരത്തെ ബുക്ക് ചെയ്തതാ. നമ്മുടെ ബസ് നേരത്തെ ബുക്ക് ചെയ്യാൻ ഇതെന്താ ഒരു സിനിമ തിയേറ്ററോ? ഞാനല്ലേ ആദ്യം പറഞ്ഞേ, അപ്പൊ ഞാൻ തന്നെ അമ്മയുടെ അടുത്തിരിക്കും. പറ്റില്ല അമ്മേ, ഞാൻ തന്നെ അമ്മയുടെ അടുത്തിരിക്കും. നല്ലേ ആദ്യം പറഞ്ഞേ, നിനക്കിരിക്കണേ പോയി പള്ളി പോയി പറഞ്ഞാൽ മതി. പിള്ളേരെ, ഒരു പരിപാടി ആക്കണമെന്ന് ഓർക്കില്ല. രണ്ടുപേരും ഇവിടുത്തെ നല്ല നിരപ്പെട്ടതല്ലേ ഞാൻ അല്ലെങ്കിലും നിങ്ങൾ രണ്ടാളുടെ നടക്കിരിക്കാൻ തന്നെ ഉദ്ദേശം. നിങ്ങൾക്ക് ലെഗ് പീസ് കിട്ടാനല്ലേ ഈ തമ്മിൽ വിടുന്നത്. അത് ഞാൻ എന്താന്ന് വെച്ചാ നിങ്ങൾക്ക് വാങ്ങിത്തരാം കേട്ടാ. നീ ഇവിടെ കിടന്ന് വഴക്കൂറുന്നങ്ങനെ ഞാൻ കേട്ടാ. മക്കളെ, ഒന്നിങ്ങ് വന്നേ. എന്നാ അമ്മേ? ഒന്നിങ്ങ് വന്നേടാ മക്കളെ, ഒരു അത്യാവശ്യമുണ്ട്. എന്താന്ന് പറ അമ്മ. എന്താന്ന് പറഞ്ഞാലാണ് രണ്ടും കൂടി വരുള്ളൂ. ഞാൻ അങ്ങോട്ട് വരണോ? അതിന് മുന്നേ ഇങ്ങോട്ട് വരുമോ? ഒന്നേ വന്നു അമ്മ. മക്കളെ, നിങ്ങളൊന്ന് സ്റ്റെപ്പ് ഇറങ്ങി അമ്മയുടെ അടുത്തിട്ടൊന്ന് വാ. നീ എന്താ കാര്യം പറ അമ്മേ. ആ മക്കളെ, ഇന്നലെ നമ്മുടെ മജീദക്കാരുടെ വീടിന്റെ ഫംഗ്ഷൻ വല്യമ്മ വിളിച്ചിട്ടുണ്ടായേ. 11:11 വല്യമ്മയും കുട്ടൂസും ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞേ. കത്രീനാന്റി പിള്ളേര് നേരെ അങ്ങോട്ട് വരാന്നും പറഞ്ഞു. ഹായ്, അതെന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ പോയി റെഡി ആവണോ? അയ്യോ അതല്ലടാ മക്കളെ, നമ്മുടെ പണി ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് അവരെല്ലാവരും വരും. അതിന് മുന്നേ നമുക്ക് റെഡി ആയി പോകണ്ടേ? അതുകൊണ്ട് മക്കളൊരു കാര്യം ചെയ്യും, മക്കളൊന്ന് അമ്മേനെ ഒന്ന് സഹായിക്കാം. അപ്പൊ നമ്മുടെ പണി പെട്ടെന്ന് തീരും. ചേച്ചി, അമ്മ പറഞ്ഞ കേട്ടില്ലേ? ചെല്ലു, വേഗം പോയി അമ്മേനെ സഹായിക്ക്. അതെന്നാ അമ്മ പറഞ്ഞ നിനക്ക് ചെവി കേട്ടൂടെ? നിനക്ക് പോയി സഹായിച്ചൂടെ? ചേച്ചിയിലെ മൂത്ത്, അപ്പൊ ചേച്ചിയിലെ സഹായിക്കേണ്ടത്. അതെന്താ ഇളയവർക്കൊന്നും സഹായിക്കാൻ പാടില്ലാന്നുണ്ടോ? എല്ലാ കാര്യത്തിലും ചേച്ചിയിലെ മൂത്ത് മൂത്തെന്ന് പറയണേ. ഈ പണിയുടെ കാര്യത്തിൽ ചേച്ചി മൂത്തായിക്കൂടെ? അയ്യോ, പണിയുടെ കാര്യത്തിൽ ചേച്ചി ഇളയതൊന്നുമില്ല, എല്ലാവർക്കും പണി ചെയ്യാം. അയ്യോ മക്കളെ, നിങ്ങൾ ഇങ്ങനെ കച്ചറ കൂടാതെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞാൽ രണ്ട് കീരി പാമ്പും ആയിക്കോളൂ. അതെ, രണ്ടാളും ഒരേപോലെ ജോലി പകുതി പകുതിയായിട്ട് ചെയ്താൽ മതി. അപ്പൊ ഒരു കുഴപ്പമില്ലല്ലോ. അമ്മ അപ്പോഴേക്കും അടുക്കളയിൽ എന്തെങ്കിലും പോയി ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ. പിന്നെ അമ്മയ്ക്ക് ഒരുപാട് അലക്കാറുണ്ട്. എല്ലാം കഴിഞ്ഞ് അമ്മ കുളിച്ചിട്ട് വേഗം വരാം. മക്കള് വേഗം പോയി പണിയൊക്കെ തീർത്ത് കുളിച്ച് കഴിക്കോട്ടോ. ശരി അമ്മ. ചേച്ചി ചേച്ചി എന്തേടി ചേച്ചി മോപ്പെടുത്തായിരുന്നാ? മോപ്പാ അടുത്തല്ലോ. നിനക്ക് മോപ്പ് മോപ്പ് എന്തിനാണോ? മോപ്പ് തുടയ്ക്കാൻ അല്ലാണ്ട് എന്തിനാ? അയ്യോ, അതിന് ആരെ പറഞ്ഞു നീയാ തുടക്കണെന്ന്? ആര് പറയാൻ? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. എനിക്കിപ്പോ തുടയ്ക്കാൻ തോന്നുന്നു, അതുകൊണ്ട് ഞാൻ തുടയ്ക്കും. ആഹാ, അതൊക്കെ പള്ളി പോയി പറഞ്ഞാൽ മതി. എന്റെ പൊന്നു ചേച്ചി, തുടക്കണ കാര്യമൊക്കെ പള്ളി പോയി പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഒരുപാട് കിടന്ന് കഴിച്ചാണ്ടല്ലോ ഈ മോപ്പിൽ വെള്ളം മോത്തിട്ട് തടഞ്ഞ ചേച്ചി. നീ ഒരുപാട് വരട്ടിയാണ്ടല്ലോ ഈ മോപ്പിൽ വെള്ളം ഞാൻ അങ്ങോട്ട് ഒഴിക്കും. ആഹാ, അതൊക്കെ നേരെയാ. എന്നാ ഒഴിക്കടി ഒഴിക്കടി, ഞാനൊന്ന് കണ്ടു ചോദിക്കാന്ന്. ചേച്ചി ചേച്ചി മര്യാദക്ക് എല്ലാ സ്ഥലവും അടിച്ചു വാരിക്കോളണം, ഞാൻ തുടച്ചോളാം. അയ്യോ എന്റെ പൊന്നു മോളെ, ഇങ്ങനെ നീ എന്നെ ഇങ്ങനെ ചിരിപ്പിക്കാതെ. ഈ തുടച്ച് വൃത്തിയാക്കാന്ന് പറഞ്ഞ എന്താന്ന് മോക്കറിയോ? അതൊരു കലയാണ് മോളെ. വെറുതെ അങ്ങ് മോപ്പും കൊണ്ട് നടക്കേക്കട തൂത്താ പോരാ. അരകും മൂലയും തുടച്ചങ്ങ് വൃത്തിയാക്കണം. അതൊന്നും മോളെ കൊണ്ട് പറ്റണ പണിയല്ല. അതുകൊണ്ടാ ചേച്ചി പറഞ്ഞേ, മോള് ചൂലെടുത്തോണ്ടെന്ന് എല്ലാ സ്ഥലവും അടിച്ചു വാരിയിട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ചേച്ചി തുടച്ചു കളഞ്ഞോളാം കേട്ടാ. അയ്യോ, വെറുതെ അങ്ങ് അടിച്ചു വാരിയാ പോരല്ലോ. എല്ലാ സ്ഥലവും അരികും മുളയും ചേർത്ത് അടിച്ചു വാരി ഒതുക്കി പറക്കിയിടണ്ടേ? അതൊന്നും ചെയ്യാനേ എനിക്ക് പറ്റില്ല. ചേച്ചിയുടെ എളുപ്പപ്പണിയെ മോപ്പ് കൊണ്ടുള്ള തുടക്കേ അത് ഞാൻ വേണ്ടി ചെയ്യാം. ഇത്ര നേരം ഞാൻ മര്യാദക്ക് പറഞ്ഞു, നിനക്ക് അടിച്ചു വാരിയണ്ട. നിനക്ക് അടിച്ചു വാരിയ ചേച്ചി നീ എന്താ എന്നെ വിളിച്ചേ? ഡീന്നാ? അതെ ചേച്ചി, ഡി 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 ഡി. എന്താ ഇവിടെ രണ്ടുപേരുടെ ഒരു സഹായം ചോദിച്ചാലാണ് ഈ വീട് ഇളക്കി മറിക്കുന്നത് ഇവിടെ. ഒന്നുമില്ല അമ്മേ, ഞങ്ങൾ ആരെ അടിച്ചു വാരും ആര് തുടക്കുമെന്ന് തീരുമാനിക്കായിരുന്നു. അതെ അമ്മേ, ഞങ്ങൾ എങ്ങനെയൊക്കെ വേണമെന്ന് പ്ലാൻ ഇടായിരുന്നു. ഇനി എന്നെ രണ്ടും കൂടി വരുത്തിക്കരുത്, പെട്ടെന്ന് പണി തീർത്തിട്ട് വന്നോളാം. ശരി അമ്മ. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അയ്യോ, മക്കൾ ഇവിടെ റെസ്റ്റ് എടുക്കാണോ? അതെ ചേച്ചി, പണിയെടുത്ത് അങ്ങ് വയ്യാണ്ടായിപ്പോയി. അച്ഛടാ പാവ മക്കള്. എന്നാലേ മോള് റെസ്റ്റ് എടുത്തത് മതി. ഒന്ന് മിറ്റടിച്ചടി. മുറ്റ അടിക്കാനോ? ഞാനോ? അതെ, മക്കൾക്ക് ചെയ്തിട്ടൂടെ? എന്തേ നീ മുറ്റടിച്ച് നിന്റെ വള ഊരിപ്പോ? ഇവിടെ വിളിച്ചു ഈ വീട് മൊത്തം അടിച്ചു വാരിയത് പോരാ, ഇനി ഞാൻ മുറ്റം കൂടി അടിച്ചു വരാൻ വരാം. മര്യാദക്ക് നിന്നോട് വരാനാ പറഞ്ഞ, അല്ലെങ്കിൽ ഇപ്പൊ അമ്മയോട് പറഞ്ഞു കൊടുക്കും. ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ വരൂല. ആഹാ, അത്രക്കായ നീ. ഓ, അത് സാരില്ലടാ മക്കളെ. മോളെ സീതേ, മോള് തന്നെ പോയി അന്ന് മുറ്റടിക്ക്, അല്ലെങ്കിൽ കിങ്ങിണി മോള് അടിച്ചാൽ അത് വൃത്തിയാവൂല. സീത മോളെ വേഗം ചെന്ന് അടിച്ചു വരട്ടോ. അവനവൻ കുടിക്കുന്ന കുഴിയിലെന്നും കുലുമാൽ കുലുമാൽ. അമ്പടക്കപ്പേ, നിന്നെ ഇന്ന് വെള്ളത്തിൽ മുക്കിക്കൊല്ലൂടാ ഞാൻ. അയ്യോ, മോന് ശ്വാസം മുട്ടിയാ? ചേച്ചി രക്ഷിക്കണ. അവിടെ കിടക്കണ, അവിടെ കിടക്കണ. ഇത്ര നേരമായിട്ട് നിന്റെ കുളി കഴിഞ്ഞില്ലേ? നീ കയ്യാറായി. ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂർ ആവാറായി. നീ ഇത്ര നേരം അവിടെ എന്തെടുക്കായിരുന്നു?
സുന്ദരിമാരെ പോലെ ഉണ്ട്. അമ്മയുടെ മക്കളും സുന്ദരി തന്നെയാട്ടോ. ആ പിന്നെ അമ്മ അതേ ഗിഫ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. മക്കൾ അത് എടുത്തോണ്ട് വേഗം പോരാ അമ്മയുടെ പുറകെ. ഹായ് ഗിഫ്റ്റ്. അമ്മേ ഞാൻ എടുത്തോളാം അമ്മ ഗിഫ്റ്റ്. ആ ശരിയുടെ മക്കളെ മോൾ എടുത്ത ഗിഫ്റ്റ്. അമ്മേ വെയിറ്റ് ഉള്ള ഗിഫ്റ്റ് അല്ലേ അമ്മേ? ഇങ്ങനെ കട്ടിക്ക് എടുക്കാൻ പറ്റില്ല അമ്മേ. ഞാൻ എടുത്തോളാം അമ്മ ഗിഫ്റ്റ്. ഓ അത് ശരിയാലോ. എന്റെ മോൾ എടുത്തോ ഗിഫ്റ്റ്. എന്താ അമ്മേ ഇത്? ഞാനല്ലേ അമ്മേ ആദ്യം പറഞ്ഞേ? ഞാൻ എടുത്തോളാം പറഞ്ഞപ്പോൾ അമ്മ എടുത്തോളാം പറഞ്ഞല്ലേ? പിന്നെ അതിന് അമ്മ ചേച്ചിയോട് എടുത്തോളാം പറയുന്നത്. നീ പൊട്ടത്തി, നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂലേ? അത് വെയിറ്റ് ഉള്ള ഗിഫ്റ്റ് ആണ്. നിനക്കൊണ്ട് എടുക്കാൻ പറ്റൂല. നീ എടുത്ത ഒറ്റയ്ക്ക് പൊന്തൂല. അത് ഞാൻ തന്നെ എടുത്തോളാം. ചേച്ചി എനിക്ക് എന്തൊരു പൊന്തുന്ന കാര്യം ചേച്ചി അന്വേഷിക്കാൻ നിൽക്കണ്ട. ഞാൻ പൊക്കിക്കോളാം ഗിഫ്റ്റ്. പിള്ളേരെ രണ്ട് ഇപ്പം എന്റെ മേടിക്കും. ആരും എടുക്കാൻ നിൽക്കണ്ട. ഞാൻ തന്നെ എടുത്തോളാം ഗിഫ്റ്റ്. സമാധാനമില്ലേ? സുമേ റെഡി ആയില്ലേ സുമേ? ആ ലീലേച്ചി ചേച്ചി വന്ന. എന്റെ സുമേ റെഡി ആയില്ലേ? എന്താ ഇവിടെ കച്ചറ? ഒന്നുമില്ല ചേച്ചി, എല്ലാവരും റെഡി ആയി കഴിഞ്ഞപ്പോ ഇവിടെ ഗിഫ്റ്റ് ആരെടുക്കുന്നു പറഞ്ഞ ബഹളമായിരുന്നു. അതാണോ? ഭാഗ്യത്തിന് ഇവന്റെ ചേച്ചി വീട്ടിലില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല. കുടിച്ച നിന്റെ ഡ്രസ് അടിപൊളിയുണ്ട്. ആ ചേച്ചിമാരുടെ ഡ്രസ്സും അടിപൊളിയുണ്ട്. ചേച്ചി വാ നമുക്ക് ഇറങ്ങിയാലോ? ആ വാ ഇറങ്ങാം, സമയം ഒരുപാടായി. അല്ല ചേച്ചി കത്രീനയും പിള്ളേരൊക്കെ എപ്പോ വരും? ആ അവരെ ഞാൻ വിളിച്ചിട്ടുണ്ടായി സുമേ. അപ്പൊ അവര് പറഞ്ഞു നേരെ വീട്ടിലേക്ക് വന്നോളാന്ന് പറഞ്ഞു. നമ്മളോട് അങ്ങോട്ട് വന്നോളാൻ പറഞ്ഞു. ആ എന്തായാലും എല്ലാരും ഇറങ്ങി, ഞാൻ വീട് വിട്ടി ഇറങ്ങാം. എന്ത് രസാണ് വീടാണ്. നീ ഇങ്ങനെ വാ വിളിക്കലോ കുട്ടൂസ്, നിന്റെ വായിൽ ഈച്ചേറും. എന്നാലും നല്ല ഭംഗിയുണ്ടല്ലേ ചേച്ചി കാണാൻ. ആര് സുമേ മജീദൊക്കെ ഗൾഫിൽ പോയി കിടന്ന് അങ്ങ് കൊട്ടാരം പോലുള്ള വീട് ഉണ്ടാക്കിയേക്കണേ. നമുക്ക് നമ്മുടെ അച്ഛനും ഗൾഫിലേക്ക് അങ്ങ് പറഞ്ഞു വിട്ടാലോ? കുട്ടൂസേ മിണ്ടായിരിക്കാം. അല്ലെങ്കിൽ കത്രീന ആന്റിയും തോമസ് കുട്ടിയും മിനിമോളും വന്നില്ലല്ലോ. ആ അത് ശരിയാണല്ലോ ചേച്ചി, കത്രീനെ കണ്ടില്ലല്ലോ ഇതുവരെ. ആ അവര് വരെയായിരിക്കും. നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം. അവരും കൂടി വന്നിട്ട് അകത്തോട്ട് പോവാം. അമ്മേ നീ നോക്കിക്കേ കത്രീന ആന്റി തോമസ് കുട്ടി വരുന്നു. ആ ലീലേ സുമേ ഞങ്ങൾ വരാൻ വൈകിയോ? ഇല്ല കത്രീന, ഞങ്ങൾ വന്നിട്ട് 5 മിനിറ്റ് ആയുള്ളൂ. ഞങ്ങൾ നിങ്ങൾ വരാൻ നോക്കിയിരിക്കായിരുന്നു. ആണോ? എടാ തോമസ് കുട്ടി മിനിമോളെ, നിങ്ങൾ എവിടെ പോകുമ്പോൾ ഈ ബാഗ് നോക്കി പോണേ? അതിനൊരു ഗുണമുണ്ട് സീതേ, എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിലോ ബാഗിലിട്ട് കൊണ്ടാലോ. അത് ശരിയാ. ദാരിക്ക് വന്നേക്കണേ. എന്താ എല്ലാവരും ഇങ്ങനെ മുറ്റത്തന്നെ നിക്കണേ? ഇന്ന് കേറി വാട മക്കളെ. നിങ്ങൾ ഇങ്ങടെ അകത്തേട്ട് വരി. എല്ലാരും പൊരയുടെ അകത്തുണ്ട്. മക്കളെ വേഗം പോയി ഭക്ഷണം കഴിച്ചോട്ടാ. നല്ല കൊയ്യിന്റെ ബിരിയാണി ഉണ്ട്.